Realme U1 സ്മാർട്ട്ഫോൺ ആണ് ഇത്തവണ അൺബോക്സ് ചെയ്യുന്നത്. മീഡിയാടെക്കിന്റെ ഹീലിയോ P70 പ്രോസസ്സറുമായി എത്തുന്ന ലോകത്തെ ആദ്യത്തെ സ്മാർട്ട് ഫോണാണ് Realme U1. ഒരു സെൽഫി സെൻട്രിക് സ്മാർട്ട് ഫോണായാണ് Realme U1 സ്മാർട്ട് ഫോണിനെ അവതരിപ്പിക്കുന്നത്. ഇതാണ് Realme U1ന്റെ പാക്ക്. ഒരു പുതിയ രീതിയിലാണ് ഈ പാക്കേജ് Realme അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് തൊട്ട് മുമ്പ് ഇറങ്ങിയ Realme C1, Realme 2 Pro എന്നീ സ്മാർട്ട് ഫോണുകളുടെ പാക്കറ്റ് ഡിസൈനിൽ നിന്ന് മാറിയിട്ട് പുതിയ രൂപത്തിലാണ് ഈ പാക്കറ്റ് തന്നെ Realme അവതരിപ്പിച്ചിരിക്കുന്നത്. റിയൽമിയുടെ പുതിയ ബ്രാൻഡ് ലോഗോയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. മഞ്ഞ നിറത്തിലുള്ള ലോഗോയിലേക്ക് Realme മാറിയിട്ടുണ്ട്. നേരത്തെ ചുവപ്പ് കറുപ്പ് നിറത്തിലുള്ള ഒരു കോമ്പിനേഷൻ ആയിരുന്നു റിയൽമിയുടെ ബ്രാൻഡ് ഇമേജെങ്കിൽ ഇപ്പോൾ അത് ഒരു പ്രത്യേകം ബ്രാൻഡ് ലോഗോയും ഒപ്പം ഒരു മഞ്ഞ നിറത്തിലുള്ള ടെക്സ്റ്റും Realme നൽകിയിട്ടുണ്ട്. ഗ്രേ ആൻഡ് യെല്ലോ നിറത്തിലുള്ള കോമ്പിനേഷനാണ് ഈ പാക്കറ്റ് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് Realme ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചു നോക്കാം. ഒരു സിം കാർഡ് ടൂള്, പിന്നെ ഒരു ക്വിക്ക് ഗൈഡ്, പിന്നെ ഫോണിൻ്റെ ബാക്ക് കവർ, ഇതടങ്ങുന്ന ഒരു പാക്കറ്റാണ് ഈ ബോക്സിനകത്ത് ആദ്യമായിട്ടുള്ളത്. അതിനുശേഷം ഫോൺ നമുക്കിങ്ങ് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു ചാർജർ അഡാപ്റ്ററും USB കേബിളുമാണ് ബോക്സിനകത്തുള്ളത്. നമുക്കിനി ഫോണിൻ്റെ ഫീച്ചേഴ്സിലേക്ക് ഒന്ന് നോക്കാം. 6.3 ഇഞ്ചിൻ്റെ LCD ഡിസ്പ്ലേ ആണ് Realme U1ന് നൽകിയിട്ടുള്ളത്. ഒരു ഡ്യൂ ഡ്രോപ്പ് നോച്ചും ഈ ഫോണിന് നൽകിയിട്ടുണ്ട്. Realme 2 Proയിൽ ഈ ഡ്യൂ ഡ്രോപ്പ് നോച്ചായിരുന്നു ഉപയോഗിച്ചിട്ടുള്ളത്. സെയിം നോച്ച് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ആ നോച്ചിലാണ് സെൽഫി ക്യാമറ സ്ഥാപിച്ചിട്ടുള്ളത്. 2340x1080 പിക്സലിൻ്റെ ഫുൾ HD+ റെസൊല്യൂഷനിലാണ് ഈ ഡിസ്പ്ലേ നൽകിയിട്ടുള്ളത്. ഫോണിൻ്റെ താഴ്ഭാഗത്തായിട്ട് സ്പീക്കറും USB സ്ലോട്ടും മൈക്കും ഹെഡ്സെറ്റ് ജാക്കും നൽകിയിട്ടുണ്ട്. ഇടതുഭാഗത്ത് വോളിയം ബട്ടണും അതുപോലെ സിം കാർഡ് സ്ലോട്ടും നൽകിയിട്ടുണ്ട്. Realme 2 Proയിലെയും Realme C1 പോലെ തന്നെ മുകൾ ഭാഗം ഒഴിച്ചിട്ടിരിക്കുകയാണ്. അവിടെ ഒന്നും നൽകിയിട്ടില്ല. ഫോണിൻ്റെ പിൻഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഡ്യുവൽ ക്യാമറയും ഒരു ഫ്ലാഷും സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും റിയൽമിയുടെ ലോഗോയും ഇതിൻ്റെ ബാക്കിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു സെൽഫി സെൻട്രിക് ക്യാമറയായിട്ടാണ് റിയൽമി U1 സ്മാർട്ട് ഫോണിനെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെൽഫി ക്യാമറ ഏറെ പവർഫുൾ ആയിരിക്കും. 25 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് Realme U1 നൽകിയിട്ടുള്ളത്. സോണി IMX576 സെൻസറാണ് ഈ സെൽഫി ക്യാമറയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പിൻഭാഗത്തേക്ക് വരുമ്പോൾ റിയർ ക്യാമറയിൽ ഡ്യുവൽ ക്യാമറ സെൻസറുകളാണുള്ളത്. ഇതിലൊന്ന് 13 മെഗാപിക്സലിൻ്റെയും മറ്റൊന്ന് 2 മെഗാപിക്സലിൻ്റെയും സെൻസറുകളാണ്. അപ്പോൾ ഒരു ഫ്ലാഷ് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 3 GB റാം 4 GB റാം വാരിയൻറ്റുകളാണ് ഈ ഫോണിന് ഉള്ളത്. അതുപോലെ തന്നെ അതിനനുസരിച്ച് തന്നെ 32 GB 64 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് സൗകര്യങ്ങളും ഉണ്ടാവും. ഇത് കൂടാതെ തന്നെ 256 GB വരുന്ന മൈക്രോ SD കാർഡും നമുക്ക് ഫോണിൽ ഉപയോഗിക്കാം. ആൻഡ്രോയിഡ് 8.1 ബേസ് ചെയ്ത് ഉള്ള കളർ OS 5.2 ആണ് ഈ ഫോണിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ബാറ്ററി ശേഷി വരുന്നത് 3500 mAh ആണ്. Realme 2 Pro സ്മാർട്ട് ഫോണിലെല്ലാം ഇതേ ബാറ്ററി ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇതിൻ്റെ വില നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ 3 GB റാം പതിപ്പിന് 11,999 രൂപയാണ് കമ്പനി വില നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിൻ്റെ 4 GB പതിപ്പിന് 14,499 രൂപയാണ് വില. നമുക്ക് കാണാം, വളരെ മനോഹരമായ ഡിസൈനിൽ ഒരുക്കിയിട്ടുള്ള ഏറ്റവും പുതിയ ഒരു സ്മാർട്ട് ഫോൺ പ്രോസസ്സർ ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായ ഒരു സ്മാർട്ട് ഫോണാണ് Realme U1 എന്ന് നമുക്ക് ഒറ്റ കാഴ്ചയിൽ നമുക്ക് കാണാൻ സാധിക്കും.